Watch India's largest kids library only on Jio Hotstar. Download the app now. റെഡിയായോ? ആയിട്ടില്ല. അതെ, ഞാനൊന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ, നന്നായിട്ടുണ്ടോന്ന് അറിയാനാ. ഓ, നീ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഇതുകൊണ്ടാ ഞാൻ വീട്ടിൽ സമൂസ ഉണ്ടാക്കാത്തത്. ഇതൊന്ന് റെഡിയായി വരുന്നതിന് മുമ്പ് നീ ഇതെല്ലാം തിന്ന് തീർക്കുമല്ലോ. യാതൊരു മര്യാദയില്ല. അങ്ങോട്ട് പോയിരിക്കെ. കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് എടുത്തോണ്ട് വരാം. ഇവിടുന്ന് ഇത്രയും നല്ല മണം വരുന്നത്. വരൂ, നമുക്ക് നോക്കാം പത്ലു എന്താ ഉണ്ടാക്കുന്നതെന്ന്. എന്നാ ഒടുക്കത്തെ വിശപ്പ്. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. പറയാം. ബോസ്, നമ്മൾ ബാങ്കിൽ നിന്ന് 20 കോടി രൂപയാ കൊള്ളയടിച്ചോണ്ട് വന്നിരിക്കുന്നേ. ചിങ്കം നമ്മുടെ പുറകെ തന്നെ ഉണ്ടാകും. ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഓടി രക്ഷപ്പെടാം. ചിങ്കം സാർ നമ്മളിപ്പോ നാട് മുഴുവൻ അന്വേഷിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് അന്വേഷിക്കാൻ വഴിയില്ല. ആദ്യം നമുക്ക് ഈ സമൂസ തന്ന് വിശപ്പടക്കി വേറെ എങ്ങോട്ടെങ്കിലും സ്ഥലം വിടാം. ഇതാണ് എന്റെ പുതിയ ഐഡിയ. എങ്ങനെയുണ്ട്? ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്റെ പത്ലു, വേഗം സമൂസ കൊണ്ടുവരൂ. സമാധാനിക്കാൻ ഞാൻ തരാം. 1 സെക്കൻഡ് പോലും ആയില്ല കൊണ്ടുവച്ചിട്ട്. അപ്പോഴേക്കും എല്ലാം തിന്ന് തീർത്തോ? എന്റെ പത്ലു, ഇനി എത്ര നേരം എടുക്കുന്ന? എത്ര നേരം വെച്ചാ ഞാൻ ഇങ്ങനെ സമൂസയ്ക്ക് കാത്തിരിക്കുക? നീ ഇപ്പൊ 20 സമൂസ തിന്നു കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റെങ്കിലും നിനക്ക് വെയിറ്റ് ചെയ്തു കൂടെ? 20 സമൂസയോ? 20 സമൂസ എപ്പോ കഴിച്ചു? ആര് കഴിച്ചു? നീ ഇതുവരെയായിട്ട് എനിക്ക് ഒരു സമൂസ പോലും തന്നിട്ടില്ല. അതെങ്ങനെ സംഭവിക്കാനാ? 2 തവണ പ്ലേറ്റിൽ നിറച്ച് സമൂസ ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചതാ. എന്റെ 20 സമൂസകൾ മറ്റാരോ കഴിച്ചിരിക്കുന്നു. പത്ലു, ഞാൻ അവരെ വെറുതെ വിടില്ല. കരച്ചല് നിർത്തേ. വാ, നമുക്ക് അവനെ പിടിക്കാം. അവൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 3ാമത്തെ പ്രാവശ്യം തീർച്ചയായും വരും. ഇത്തവണ അവന് സമൂസയല്ല, നല്ല അടി കൊടുക്കാം. തല്ലല്ലേ. ഇഡ്ഡലി, ദോശ, പരിപ്പുവട, പഴംപൊരി. പക്ഷെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മോട്ടു പത്ലു, വേഗം വരൂ. ആ ജോൺ ബാങ്കിന്ന് 20 കോടി രൂപേനെ അടിച്ചോണ്ട് പോയിരിക്കുന്നത്. ഞാനും കോൺസ്റ്റബിൾസും വേഷം മാറി അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും അവന്മാർ ഞങ്ങളുടെ കണ്ണില് പൊടിയിട്ട് രക്ഷപ്പെട്ടു കളഞ്ഞു. ആദ്യം ഞാൻ എന്റെ 20 സമൂസകൾ മോഷ്ടിച്ചവനെ പിടിക്കട്ടെ, അതിനുശേഷം 20 കോടി കട്ടവനെ പിടിക്കാലോ. ശരിയല്ലേ? എന്റെ മോട്ടു, നീ സമൂസ എത്ര വേണമെങ്കിലും പറഞ്ഞാ മതി, ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. പക്ഷെ ആദ്യം നമുക്ക് ജോണിനെ പിടിക്കാൻ പോവാം. എനിക്കറിയാം ഇന്നത്തെ ദിവസം പോക്കാണെന്ന്. ഇനി ഇന്ന് മുഴുവനും ഒരു സമൂസ പോലും കിട്ടൂലല്ലോ. വരൂ. പത്ലു, ദേ നോക്ക് ജോൺ. നമുക്ക് ട്രെയിൻ ഉടനെ പിടിക്കണം. ട്രെയിൻ ദൂരത്തിലാണ്. നമുക്ക് ഈ കയറുകൊണ്ട് ഒരു കുരുക്കിട്ട് അതിന്റെ താഴെ തൂങ്ങി പോണം. ചിങ്കം സാർ, നിങ്ങളുടെ ടോപ്പാണ്. ഹിന്ദുസ്ഥാന്റെ ഹോപ്പാണ്. ഐ സല്യൂട്ട് യു സാർ. ഐ സല്യൂട്ട് യു സാർ. ബൈ ബൈ മോട്ടു പത്ലു.
കയറിന്റെ ഐഡിയ പാളിപ്പോയി. നമുക്കിനി വേറെന്തേലും ആലോചിക്കണം. ഹലോ ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ ഫ്ലൈയിങ് കാർ എടുത്തുകൊണ്ട് കമൽപൂരിലേക്ക് പോകുന്ന ട്രെയിനിന്റെ അടുത്തേക്ക് വാ. ട്രെയിൻ ഫോളോ ചെയ്യേ. എന്റെ അമ്മോ, എന്നെ കൂടി അകത്തേക്ക് കേറ്റ്. നമ്മൾ എപ്പോഴാ ട്രെയിനിന്റെ മുകളിൽ എത്തുന്നത്? എന്തിനാത്ര പതുക്കെ ഓടിക്കുന്നത്? ഓ, നിങ്ങൾ പറയുന്നു ട്രെയിനിന്റെ മുമ്പിൽ കയറി പോണം, ട്രെയിനിന്റെ മുകളിലോട്ട് പോണെന്നൊക്കെ. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നോക്ക്, പറക്കുന്ന കാറില കള്ളന്മാര് വരുന്നുണ്ട്. എപ്പോഴും ഇവന്മാർ ഇങ്ങനെയാ, പറക്കുന്ന കാറിൽ വന്നിട്ട് എല്ലാം അങ്ങ് കൊള്ളയടിച്ചോണ്ട് പോകാം. സംശയം ഉണ്ടെങ്കിൽ നോക്ക്, ഇവന്മാരെ കള്ളന്മാരെ. ഓ, ഈ ആകാശക്കൊള്ളക്കാർ എവിടുന്നാ വരുന്നത്? ഇനി എന്താ ചെയ്യാ? ഇവര് ജോണിനെ വിട്ടിട്ട് നമ്മളെ പോലെയുള്ള നല്ല ആൾക്കാരെയാണല്ലോ ഇങ്ങനെ എറിയുന്നത്. ഇതെന്ത് കാലമാ? ഒരു പ്രാവശ്യം ആ ട്രെയിനിലൊന്ന് കേറിക്കോട്ടെ, പിന്നെ നിന്റെ കാര്യം ഞാൻ ശരിയാക്കാം. കേട്ടില്ലേ ലെവന്മാർ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ലെവന്മാരെക്കാരും ട്രെയിനിൽ വന്നാലുണ്ടല്ലോ പിന്നെ 10 പൈസ പോലും കിട്ടില്ല. ട്രെയിനിലൊന്ന് കേറി കാണിച്ചാണോ പറക്കുന്ന കൊള്ളക്കാരെ? ഇത് നല്ല കാര്യമായി. വേഗം അവന്റെ തലയിലേക്ക് നോക്കറി. എന്റെ സാറേ, നിങ്ങളും ഞങ്ങളുടെ സാറിനേക്കാൾ ഒട്ടും കുറവല്ല. ഹിന്ദുസ്ഥാന്റെ ഹോപ്പ് നിങ്ങളെ പ്രതീക്ഷിച്ചാണ്. ബൈ എയർ ആണോ അറ്റാക്ക് ചെയ്യേണ്ടത് അതോ ബൈ ഗ്രൗണ്ടോ? ബൈ എയർ. വലിയേട്ട കാറിന് ട്രെയിനിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ ട്രെയിനിന്റെ മുകളിൽ ഇറങ്ങിക്കോളാം. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. ബോസ്, നിങ്ങളുടെ ഈ കൊടുങ്കാറ്റ് ഐഡിയ ഒക്കെ കയ്യിൽ തന്നെ വെച്ചാ മതി. ദാ അത് കണ്ടോ, ഒട്ടും പത്രവും കൊടുങ്കാറ്റ് പോലെയാ വരുന്നേ. വാ, എന്ത് ഭംഗിയായിട്ട് അവരത് ചെയ്യുന്നത്. എല്ലാവരും കൈയടിക്ക്. അതെ, അവർ കൊള്ളയടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ എന്തിനാ കൈയടിക്കുന്നേ? ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കൈയടിച്ച് കാണിച്ചാൽ അവരെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പോലും സാധിക്കില്ല. കൈയടിക്ക്. മോട്ടു, ഇതിനകത്തുള്ളവരെല്ലാം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് നീ ഒരു നന്ദി പോലും പറയുന്നില്ലല്ലോ. നന്ദി പറയൂ. ഇല്ല. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, ഇതാ ടണൽ. കണ്ടല്ലോ, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. മോട്ടു പത്ലു ട്രെയിനിന്റെ മുകളിലേക്ക് എത്ര വേഗം ചാടിക്കോളൂ. മോട്ടു പത്ലു, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ ഇവിടെയുണ്ട്. മോട്ടു പത്ലു, ചെന്നിട്ട് വേഗം ജോണിനെ പിടിക്കൂ. ദിസ് ഇസ് മൈ ഓർഡർ. കണ്ടില്ലേ, ആ കള്ളന്മാര് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യൂടെ? മുകളിലുള്ളവരെ നീ വേണം ഞങ്ങളെ രക്ഷിക്കാൻ. ഈ കൊള്ളക്കാർക്ക് ഇത്ര ധൈര്യമോ? എന്നാ പിടിച്ചോ. കള്ളൻ, ഓടിക്കോ അവിടുന്ന്. അടിക്കോ അവരെ. മര്യാദയ്ക്ക് പൊക്കോ അവിടുന്ന്. ഒന്ന് നിർത്താൻ, ഞങ്ങള് മോട്ടു പത്ലുവാണ്. ജോണിനെ പിടിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾക്ക് നിങ്ങളായിട്ട് ഒരു ശത്രുതയില്ല. ഞങ്ങൾ ജോണിനെ പിടിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ ഒരാളെ അടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. ആ ബാങ്കിൽ നിന്ന് 20 കോടി എടുത്തുകൊണ്ടുപോയ ആളെ. പക്ഷെ അവൻ ഞങ്ങളെ തന്നെ കള്ളനാക്കി കളഞ്ഞു. നമ്മൾ കള്ളന്മാരെ വിട്ടിട്ട് നിരപരാധിയാണോ ഉപദ്രവിച്ചത്?
ഒരൊറ്റ എണ്ണ വരങ്ങി പോകരുത്. ഇത് പിടിച്ചോ 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 പിടിച്ചോ. നമ്പർ 1 നമ്പർ 2 ഇപ്പൊ ഞാൻ ജോണിനെ എങ്ങനെയാ തല്ലിയതെന്ന് കണ്ടില്ലേ? അതുപോലെ നിങ്ങൾ ഇപ്പൊ അവന് തല്ലണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇതുപോലെ ഇട്ട് തല്ലേണ്ടി വരും. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. അറിയാതെ ഒരു തെറ്റ് പറ്റി പോയതാ. സോറി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. Watch India's largest kids library only on Geo Hotstar. Download the app now.